അതെന്തെങ്ങനാ? ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ട് റൂൾസ്. ആൺകുട്ടികൾ പുറത്ത് പോയിട്ട് ലേറ്റ് ആയിട്ട് വന്നതിനാല് സാരയില്ല. പെൺകുട്ടികൾ എങ്ങാനും 6 മണിക്ക് ശേഷം എങ്ങാനും പുറത്ത് പോയിനെങ്കിൽ അല്ലെങ്കിൽ ലേറ്റ് ആയിനെങ്കിൽ കൊലപാതകം നടക്കും. ആൺകുട്ടികളെ പ്രേമം വീട്ടിൽ പിടിച്ചതിനാല് ആരാന്ന് എന്താന്ന് കല്യാണം ആക്കാട്ടാ. പെണ്ണിന്റെ എങ്ങാനും പിടിച്ചിനെങ്കിൽ അടിച്ചു കൊന്ന് വീട്ടിൽ കെട്ടിയിടും. അതെന്താ അങ്ങനെ ഗൈസ്? ഇതിന്റെ ഉത്തരം അറിയാത്തോണ്ടാണോ അതോ അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആണും പെണ്ണും തുല്യരാണെന്നുള്ളൊരു ചിന്തല്ലേ, അത് 4ആയിട്ട് മടക്കിയിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കുക. ഒരിക്കലും തുല്യരല്ല. ആണുങ്ങൾ തല കുത്തി മറിഞ്ഞാലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പടച്ചോൻ അവർക്ക് പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. തിരിച്ച് ആണുങ്ങൾക്കും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആണും പെണ്ണും തുല്യരല്ല എന്ന് മാത്രമല്ല, ഒരു കാലത്തും തുല്യരാവില്ല. നമുക്ക് ഈ പുരോഗമന ചിന്താഗതിയും ഈ 50-50 സംവരണം ഇതൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി, ഓർമ്മ ഉണ്ടായാൽ മതി, തുല്യരല്ല തുല്യരാകൂല്ല എന്നുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാടൊക്കെ ഇന്ന് വളരെയധികം മോശം. തഞ്ചത്തിനും പാകത്തിനും കിട്ടിയാൽ കടിച്ചു കീറും അവര്. ഒരു പെണ്ണിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ, പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആണിന് എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ? മാനസികമായി എന്തെങ്കിലും സങ്കടം അയാൾക്കുണ്ടാവോ? ആരോഗ്യപരമായി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാവോ? ഒന്നുമില്ല. പെണ്ണിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കൊന്ന് ചിന്തിച്ചാൽ മതി. പെണ്ണിനാണ് അവിടെ നഷ്ടം. ആണുങ്ങളെ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുള്ള കാലഘട്ടം ഇന്ന്. അങ്ങനെ സംഭവിച്ചാലും ആണിന് അവിടെ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. പെണ്ണിനാണ് നഷ്ടം. പെണ്ണിന് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി എല്ലായിടത്തും പെണ്ണിനാണ് നഷ്ടം, അല്ലേ? ഇത് തിരിച്ചറിയാൻ ബുദ്ധിയുള്ള, പക്വതയുള്ള, വിവേകമുള്ള, വിവരമുള്ള സ്വന്തം വീട്ടുകാര് ഇച്ചിരി നേരം വൈകി കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഇച്ചിരി നേരം വൈകി കഴിഞ്ഞാൽ അതിന് ചോദ്യം ചോദിക്കും, ചീത്ത പറയും, ചിലപ്പോൾ 2 കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് മക്കൾ ഇച്ചിരി നേരം വൈകി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയോ അവിഹിതോ ഏതെങ്കിലും ഏടാകൂടത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാലോ അത് പേടിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടുകാർ. അത് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് അത് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമുക്കും വേണം 2 പെൺകുട്ടികൾ. വല്ലാത്ത അതില്ലേ.